തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പ്രതി ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു. DJ പാർട്ടിക്ക് എത്തിയവരെയും ചോദ്യം ചെയ്തു. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പ് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. ഇത് വല്ലാതെ നമുക്കറിയാം, പട്ടാള ക്യാമ്പിനെ നാണം കെടുത്തിയ ഒരു സംഭവം കൂടിയായി മാറുകയാണ്. ഇത്ര പ്രശസ്തമായിട്ട് ആൻറ്റിക്കായി സൂക്ഷിച്ചിരുന്ന ഒരു സാധനം അത് അത്ര പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതുമല്ല. ആദ്യം തന്നെ വിവരം ഉണ്ടായിരുന്നു, ഈ ക്യാമ്പിനുള്ളിലുള്ള ഒരാളുടെ സഹായമില്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. ഡാൻ, എന്താണ് സംഭവിച്ചത്? അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഒരു DJ പാർട്ടി നടന്നിരുന്നു പാങ്ങോട് സൈനിക ക്യാമ്പിൽ. ആ DJ പാർട്ടിക്ക് എത്തിയവരാണ് ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന സംശയമായിരുന്നു ആദ്യം നിലനിന്നിരുന്നത്. പക്ഷേ DJ പാർട്ടിക്ക് എത്തിയ മുഴുവൻ ആളുകളെയും കഴിഞ്ഞ ദിവസം വിരലടയാള വിദഗ്ധരെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. പക്ഷേ അത് മിസ്മാച്ചാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ആ സംശയം കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. മാത്രമല്ല, ഏതാണ്ട് 100 കിലോയോളം ഭാരം വരും ഈ 2 ആനക്കൊമ്പുകൾക്കുമായി. അതുകൊണ്ട് തന്നെ ഇത് അത്ര നിഷ്പ്രയാസം അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാങ്ങോട് ക്യാമ്പിലുള്ള ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന വിലയിരുത്തലിലാണ് പൂജപ്പുര പോലീസും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓഫീസേഴ്സ് മെസ്സിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നുകൂടി ഉദ്യോഗസ്ഥരിൽ നിന്നുകൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ ഈ ആനക്കൊമ്പ് മോഷ്ടിച്ച വ്യക്തിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പൂജപ്പുര പോലീസ്. അതേസമയം ഈ ഓഫീസേഴ്സ് മെസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രവേശന കവാടത്തിലും മറ്റ് അതിർത്തി മേഖലകളിലുമൊക്കെ ഈ കൃത്യമായി CCTV ഉണ്ട് അവിടെ. പക്ഷേ ഈ ഓഫീസേഴ്സ് മെസ്സിനുള്ളിൽ CCTVകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ആരാണ് അവിടെ നിന്ന് അപഹരിച്ചത് എന്ന് കണ്ടെത്തുന്നതിൽ ഒരു വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുമ്പിലും പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. എന്തായാലും മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ നടപടി മോഷ്ടാവിനെതിരെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഈ ഉള്ളിലുള്ള ഒരാൾ അവിടുത്തെ ജീവനക്കാരനോ ആരെങ്കിലും ആയിരിക്കണം. ഈ 100 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ ഒരാൾക്ക് കടത്തിക്കൊണ്ടുപോകാം, വാഹന സഹായവും മറ്റും വേണ്ടി വരും. അങ്ങനെ നേരത്തെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഗതിയാണ് എന്ന് തന്നെയാണോ ലഭ്യമാകുന്ന വിവരം? ഡാൻ, അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ പരിപാടി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് മുഖേന ഈ DJ പാർട്ടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ DJ പാർട്ടിയുടെ ഭാഗമായി അവിടെ എത്തിയ ആളുകൾ, ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങൾ, അവരിൽ നിന്നൊക്കെ നേരത്തെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസ് അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അവരുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചത്. പക്ഷേ അത് മിസ്മാച്ച് ആകുകയായിരുന്നു. അങ്ങനെയാണ് അവരെ വിട്ടയക്കുകയും പിന്നീട് അന്വേഷണം ഈ ഓഫീസേഴ്സ് മെസ്സിൽ അന്നേ ദിവസം ഒത്തുകൂടിയ ജീവനക്കാരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി അവരുടെ വിശദമായ മൊഴി ഓരോരുത്തരുടെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പരിശോധനകൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ പ്രവേശന കവാടത്തിലെ അടക്കം CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. അങ്ങനെ നടത്തുന്ന പരിശോധനയിലൂടെ ഇത് ആരാണ് കടത്തിക്കൊണ്ട് പോയത് എന്നതിലൊരു വ്യക്തത വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇത് ഈ അകത്തുള്ള ആളുടെ സഹായത്തോടു കൂടി പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ഇത് സംഗതി എവിടെ തൊണ്ടി മുതൽ കസ്റ്റഡിയെടുക്കുകയും മറ്റും വേണമല്ലോ. അങ്ങനെയുള്ള അന്വേഷണവും പുറത്തേക്ക് കൂടി വ്യാപിക്കേണ്ടി വരും. ഇതെന്താണ് ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വിവരം ലഭ്യമാകേണ്ടി വരും. അത്തരത്തിൽ ഉള്ള അന്വേഷണത്തിലാണോ കൂടുതൽ എന്തെങ്കിലും പുതിയ പോലീസ് സംഘങ്ങളെ, പ്രത്യേക സംഘത്തെ വല്ലതും നിയമിക്കാനുള്ള ആലോചനയുണ്ടോ? അത്രയും ഒരു സങ്കീർണതയിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ മോഷ്ടാവിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കാരണം ഈ അവിടെ എത്തിയവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇത് മിലിറ്ററി ക്യാമ്പ് ആയിരുന്നതിനാൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. ഒരു മാധ്യമങ്ങളുടെ അക്കാര്യങ്ങൾ അവർ വെളിപ്പെടുത്താൻ തയ്യാറാകാതിരിക്കുന്നതാവും. അതിലെ FIR വിവരങ്ങൾ ചോർന്നത് തന്നെ വലിയ തരത്തിൽ മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കിയിരുന്നു. കാരണം അതീവ രഹസ്യമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും അതിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. കാരണം മിലിറ്ററി ക്യാമ്പിൻ്റെ സെൽപ്പേരിന്
കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര അന്വേഷണം മിലിറ്ററി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ മോഷ്ടാവ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസും മിലിറ്ററി ഉദ്യോഗസ്ഥരും ഉള്ളത്. എന്തായാലും പാങ്ങോട് ക്യാമ്പിനെ സംബന്ധിച്ച് ഇത്തരം ഒരു പ്രവൃത്തി സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ജീവനക്കാർ ആരെങ്കിലുമാണ് കുറ്റക്കാരെങ്കിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ പ്രതി ക്യാമ്പിനുള്ളിൽ തന്നെ, കള്ളൻ ക്യാമ്പിൽ തന്നെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, വിരലടയാളമടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ ക്യാമ്പിനുള്ളിലുള്ള ആളുടെ സഹായമില്ലാതെ ഈ 100 കിലോയോളം ഭാരമുള്ള ആനക്കൊമ്പ് കടത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ടതുണ്ട്, ഇതെങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണമുണ്ട്. ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് അതീവ സുരക്ഷാ മേഖലയായ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.